സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമ്മുടെ പ്രോഗ്രാമിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് പിന്നെ കുറച്ച് മാങ്ങയുണ്ട് കയ്യിൽ. ഇപ്പോൾ മാങ്ങ കൊണ്ടുള്ള വിഭവം മനസ്സിലായല്ലോ. മാത്രമല്ല നിങ്ങൾ എന്തായാലും ഇപ്പോൾ നമ്മുടെ ഫോട്ടോ കണ്ടപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടായിരിക്കും. എന്നാലും ഞാൻ പറയുവാണ്, മാങ്ങ എങ്ങനെ ഉപ്പിലിടാന്നുള്ളതാണ്. ഉപ്പിലിടുന്ന മാങ്ങ നമുക്ക് കുറേ നാൾ മാങ്ങ സീസൺ ഇല്ലാത്ത സമയത്താണെന്നുണ്ടെങ്കിലും ആ മാങ്ങ എടുത്ത് അച്ചാറൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം സാധാരണ ഇപ്പം എന്താ പറയുക, ഇപ്പം ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാവരും കണ്ടു കാണുമല്ലോ അല്ലെ, കണ്ണിമാങ്ങ അച്ചാർ, കണ്ണിമാങ്ങ കൊണ്ട് അച്ചാറിടുന്നത്. അപ്പോൾ ഇത് കുറച്ചും കൂടെ വലിപ്പമുള്ള മാങ്ങയാണ്. ഈ മാങ്ങ നമുക്ക് എങ്ങനെ ദീർഘനാളത്തേക്ക് ചീത്തയാവാത്ത രീതിയിൽ ഉപ്പിലിട്ട് വെക്കാന്നുള്ളത് കാണിക്കുന്നത്. വളരെ സിമ്പിൾ, എല്ലാവർക്കും അറിയാം. അതിനോട് 2 കുപ്പി എടുത്തിട്ടുണ്ട്. ഈ കുപ്പിക്കകത്ത് തികയത്തില്ല. എന്തായാലും ഞാനിപ്പോൾ ഉപ്പിലിട്ടുന്ന രീതി കാണിക്കുവാണ്. ഇത് ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് നമുക്ക് മാങ്ങ കുറേ കാലത്തോളം ചീത്തയാവാതെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നല്ല മാങ്ങ നോക്കി എടുക്കണം. മാങ്ങ എടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ചൊന ഇങ്ങനെ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. മാങ്ങ ചീത്തയാകത്തില്ല. നല്ല ദശക്കട്ടിയുള്ള മാങ്ങ അല്ലെന്നുണ്ട് ഉപ്പിലിട്ട് കഴിഞ്ഞ് കുറച്ച് ആളെയും മാങ്ങ അതിനകത്ത് കിടന്ന് അങ്ങനെ തന്നെ അങ്ങ് അലിന്നു പോകും. നിങ്ങൾ ഉപ്പിലിടുന്നത് ശരിയല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കറുത്തു പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാത്ത മാങ്ങ എടുത്തുകൊണ്ടുള്ള മെത്തേഡാണ് കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം വേഗം നോക്കാം. ഈ കണ്ണിമാങ്ങ ഉപ്പിലിടാനായിട്ട് ഞാൻ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ചൂടാക്കിയ വെള്ളമാണ്. ഈ ചൂടാക്കിയ വെള്ളത്തിൽ ഒന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപ്പിട്ട് ചൂടാക്കാം. അപ്പോൾ ഈ വെള്ളത്തിലോട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് ചൂടാക്കിയിട്ടുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് പിന്നെ നമുക്ക് ഒന്നുകൂടെ ആവശ്യം വരും. ഞാനിപ്പോൾ ഒന്നുകൂടെ ഉപ്പ് ചേർക്കും. പിന്നെ ഒരു 3-4 ദിവസം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ മാങ്ങയൊന്ന് തുറന്നു നോക്കിയതിന് ശേഷം ഉപ്പ് കുറവാന്ന് തോന്നുകയെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്ത് വെച്ചിരുന്ന വെള്ളത്തിനകത്ത് കുറച്ച് ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളമാണിത്. ഇനിയും ഈ കുപ്പിയിലോട്ടേക്ക് നമുക്ക് മാങ്ങ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ചെയ്യേണ്ടത് പരമാവധി ഞാൻ അന്നത്തെ വീഡിയോ കണ്ണിമാങ്ങയുടെ വീഡിയോ പറഞ്ഞ കണക്കാണ് രാത്രി കാലങ്ങളിലാണ്. ഇപ്പം ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യേണ്ടതുകൊണ്ട് മാത്രമാണ് രാവിലത്തെ സമയം കാണിക്കുന്നത്. എന്ന് വെച്ചാൽ കുറച്ച് ക്ലാരിറ്റിയോടൊരു വീഡിയോ കിട്ടട്ടെ എന്നോർത്ത്. അപ്പോൾ ഈ മാങ്ങ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കണ്ടല്ലോ അല്ലേ, ഇതിനകത്ത് 5 മാങ്ങ, ഇതിലാണെന്നുണ്ടെങ്കിൽ ഒരു 6-7 മാങ്ങ. ഇത് വലിയ കുപ്പയിലൂടെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിത് കാണിക്കാൻ വേണ്ടി മാത്രം ഇടുന്നത്, ആർക്കൊന്നും തോന്നുന്നില്ല. അപ്പം ഇനി ഇതിനകത്തോട്ടേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് ഒന്നുകൂടെ കുറച്ചുകൂടി ഉപ്പ് ചേർക്കുക. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളത്തിന് ചൂട് വേണം ഇടാനായിട്ട്. ഉപ്പുമാങ്ങ ഇടുമ്പോഴത്തേക്ക് വെള്ളം ചൂട് ചെയ്യണം. എന്നാലും മാങ്ങ പെട്ടെന്ന് തന്നെ ഒന്ന് വാങ്ങി കിട്ടത്തുള്ളൂ. അകത്ത് കിടന്ന് ഉപ്പ് പെട്ടെന്ന് പിടിക്കുകയും ചെയ്യും. ഇപ്പോൾ വെള്ളത്തിന് ചൂടുണ്ട്, അതായത് നമ്മൾ കൈ തൊട്ട ഒരു ചൂട് തോന്നണമെന്ന് പറയും. ഇപ്പം ഞാൻ ഈ വെള്ളം ഇതിലോട്ടൊക്കെ ഒഴിച്ചു കൊടുക്കുവാണേ. എപ്പോഴും വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും മാങ്ങയ്ക്ക് മേളിൽ വരണം വെള്ളം. ഇപ്പോൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ഒരു 3-4 ദിവസം കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ഉപ്പൊക്കെ പിടിച്ചു തുടങ്ങും. കാരണം ചൂടുവെള്ളം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മാങ്ങയുടെ കളറ് മാറുകയും ഒരു 5-6 ദിവസം കൊണ്ട് പതുക്കെ ഉപ്പൊക്കെ പിടിച്ചു തുടങ്ങും. അപ്പോൾ ഉപ്പ് പിടിച്ചു തുടങ്ങിയതിന് ശേഷം ഉപ്പ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് മേളിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഉപ്പ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ദീർഘകാലത്തോളം മാങ്ങ ഇരിക്കത്തുള്ളൂ. ഇത് ഇനിയിപ്പോൾ എന്നത്തേക്ക് ഇത് എടുക്കാൻ പരുവാകുമെന്ന് ഞാനിത് കാണിച്ചു തരാം. അതെങ്ങനെ വന്നാലും 1 മാസത്തോളം കഴിയും. 1 മാസത്തോളം കൊണ്ട് ഈ മാങ്ങ നമുക്ക് എടുക്കാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ തന്നെ നോക്കിയാൽ കാണാൻ നല്ല ഭംഗിയില്ല, കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത് ഇങ്ങനെ തന്നെ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ അച്ചാർ, മാങ്ങ സീസൺ അല്ലാത്ത കാലങ്ങളിൽ അച്ചാർ, പക്ഷേ നല്ല ദശക്കട്ടിയുള്ള മാങ്ങയായിരിക്കണം. അത് കണക്കാൻ ഇപ്പോൾ ഇതിനകത്ത് കണ്ടുള്ള മാങ്ങയുടെ തണ്ടോട് കൂടി ഇട്ടിരിക്കുന്നത്. കാരണം ഇതിനുള്ളിൽ ചൊനയുണ്ട്. അപ്പോൾ ചൊനയുള്ള മാങ്ങകൾ ദീർഘകാലം ഇരിക്കുമെന്ന് പറയാം. അല്ല പൊട്ടിയതോ ചീഞ്ഞ മാങ്ങയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും ഇരിക്കത്തില്ല. അപ്പോൾ കണ്ണിമാങ്ങയുടെ കാര്യം ഇത്രമേ ഉള്ളൂ. ഇതെല്ലാവർക്കും ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ കാന്താരി മുളക് ഇടാം. പക്ഷേ കാന്താരി മുളക് ഇടുമ്പോൾ പച്ചക്കാന്താരി ഇടാൻ ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും നിങ്ങളാരും വെള്ളക്കാന്താരി ഇടരുത്. വെള്ളക്കാന്താരി ഇട്ടാൽ ചീത്തയായി പോവും. പച്ചക്കാന്താരി ഇട്ട് കഴിഞ്ഞാൽ കുറേ നാളിരിക്കും ചിലപ്പോൾ. പക്ഷേ ഈ ഒത്തിരി കാലത്തേക്ക് മാങ്ങ വെക്കാൻ കൊള്ളില്ല. ഒരു 2-3 മാസത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചക്കാന്താരി ഉപയോഗിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ മാങ്ങ ചീത്തയായി പോവും. ഒന്നും വേണമെന്നില്ല. ഇതിനകത്തോട് ഞാനിപ്പോൾ വിനാഗിരി ഒന്നും തന്നെ ചേർത്തിട്ടില്ല. വിനാഗിരി ഒന്നും ചേർക്കാതെ തന്നെ ഇത് ഇങ്ങനെ തന്നെ ഇരുന്നോളും. നിങ്ങൾക്കൊക്കെ വിനാഗിരിയൊക്കെ ചേർക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഞാനതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതൊരു 100% നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം, ഓപ്ഷനിലാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ മാങ്ങ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. ഇത് ഞാൻ നേരത്തെ ഇട്ട് വെച്ചിരുന്ന മാങ്ങയാണ്. ഇത് 1 മാസം കഴിഞ്ഞ മാങ്ങയാണ്. ഇപ്പോൾ നോക്കുമ്പോഴത്തേക്ക് കാണാൻ പറ്റും
എന്തോരം ഉണ്ടെന്ന്. നമ്മൾ നേരത്തെ ഇട്ട മാങ്ങയ്ക്കകത്ത് ആ കുപ്പിയിൽ ആകെ 5 കയറിയുള്ളത്. ഇത് കുറച്ചുകൂടെ ചെറിയ മാങ്ങയാണ്. മാത്രമല്ല ഉപ്പിലിട്ടയും മാങ്ങ ഒന്ന് ചുങ്ങും. അപ്പം അങ്ങനെയുള്ള മാങ്ങയാണ്. ഇപ്പോഴത്തേക്കൊക്കെ നോക്കുമ്പോഴത്തേക്ക് കാണാൻ പറ്റും മാങ്ങയുടെ ഒക്കെ കളർ മാറിയിട്ടുണ്ട്. ഇത് കുറച്ച് കട്ടിയുള്ള മാങ്ങയാണ്. ഇതിങ്ങനെ തന്നെ ഇരുന്നോളും. അപ്പം നിങ്ങൾക്ക് ഈ മെത്തേഡ് ഇതിങ്ങനെ ചെയ്ത് നോക്കാൻ പറ്റും. ഇതിനകത്തൊട്ട് വിനാഗിരിയോ ഒന്നും ചേർക്കണ്ട, ഉപ്പ് തന്നെ ചേർത്താൽ മതിയായിരുന്നു. ഞാനത് കണക്ക് തന്നെ ഈ മാങ്ങ ഇട്ട് 5 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിനകത്ത് ഉപ്പ് വേറെ എക്സ്ട്രാ ആഡ് ചെയ്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മാങ്ങ ചീത്തയാവത്തില്ല. പിന്നെ നമുക്ക് മാങ്ങ സീസൺ ഇല്ലാത്ത കാലത്ത് ഞാൻ പറഞ്ഞാലും മറക്കണ്ട, ഉപ്പുമാങ്ങ കൊണ്ട് ചമ്മന്തി അരയ്ക്കാൻ പറ്റും. അത് കണക്ക് തന്നെ ഉപ്പുമാങ്ങ കൊണ്ട് ചക്കക്കുരു മാങ്ങയും കൂട്ടാൻ ഏറ്റവും നല്ലതാണ്. മാങ്ങ ഇല്ല സീസണാണെന്നുണ്ടെങ്കിൽ ചിലർ പറയും മാങ്ങ സീസൺ കഴിയുന്നതോടെ ചക്കുരു മാങ്ങയുടെ സീസൺ കഴിഞ്ഞു പോയെന്ന് പറയും. പക്ഷേ ഉപ്പുമാങ്ങ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഉപ്പുമാങ്ങ കൊണ്ട് ഉപ്പുമാങ്ങ കൂട്ടാൻ വെക്കാൻ പറ്റും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഉപ്പുമാങ്ങ കൊണ്ട്. മീൻ കൂട്ടാൻ വരെ നമുക്ക് മാങ്ങ എടുത്ത സമയത്ത് ഈ മാങ്ങ ഇല്ലാ സീസണിൽ ഈ മാങ്ങ ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത് നാളെയൊക്കെയുള്ള കരുതലാണ് ഉപ്പുമാങ്ങ എന്ന് പറയുന്നത്. ഉപ്പുമാങ്ങ മാത്രമല്ല എല്ലാ അച്ചാറുകളും. നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. താഴെ കാണുന്ന ഈ റെഡ് ബട്ടൺ എല്ലാവരും പ്രസ് ചെയ്യുക. അതിനൊക്കെ തന്നെ ഒപ്പമുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് ഉടനെ തന്നെ നിങ്ങളുടെ മെയിലിലോട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതിനു മുമ്പ് ഇത് എങ്ങനെ ഉണ്ടെന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ.